ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിലെ സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം ഭയത്തിലാണ്, ഭയം കൊണ്ട് ഞങ്ങൾ വിറച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന പോസ്റ്റ് 3 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ച് രക്ഷപ്പെടേണ്ടി വന്നു. അതുപോലെ തന്നെ ഉമാ തോമസ് അടക്കം, ഷാനിമോൾ ഉസ്മാൻ അടക്കം നിരവധി നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. ഏറ്റവും ആദ്യം ഈ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്ന യുവനടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര സോഷ്യൽ മീഡിയയിൽ അവരെ ആക്രമിച്ചു, അവസാനം അവർക്ക് കേസ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും സഞ്ചരിക്കുന്ന പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ഇന്നിപ്പോ MLA രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെച്ചേ പറ്റൂ, ആ നിലയിലായിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് ഔദ്യോഗികമായ ഒരു പരാതിക്കാരി നൽകിയപ്പോഴേക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയാണ്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ലൈംഗികാരോപണ കേസുകളുള്ള കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന MLA-മാർ നമ്മുടെ നിയമസഭയ്ക്കകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ മാനദണ്ഡം എന്താണ്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല, നിലവിലെ സ്ഥാനത്തിൽ തുടരാനാണ് ആഗ്രഹമെങ്കിൽ കോൺഗ്രസ് തന്നെ പറയട്ടെ. ഞങ്ങളൊന്നും പറയുന്നില്ല, കോൺഗ്രസ് തന്നെ പറയട്ടെ. എന്തിനാണ് കോൺഗ്രസിനെ അവരെ സസ്പെൻഡ് ചെയ്തു എന്ന് വരുത്തി ഈ വായുവിൽ എഴുതി കാണിക്കുന്ന കൈരേഖ കാണിച്ചിട്ടുള്ള ഒരു നടപടി എന്നാ പറയുന്നത്? ഞാൻ ഭരണഘടന തന്നെ കോട്ട് ചെയ്തല്ലോ, കോൺഗ്രസിന്റെ ഭരണഘടന. ഒരു സസ്പെൻഷൻ കാലാവധി 1 മാസം മാത്രമാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. അരുൺകുമാറെ, നിങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പാർട്ടി സഹപ്രവർത്തക നേരത്തെ പാർട്ടി ഓഫീസിനകത്ത് ഒരു MLA പീഡിപ്പിച്ചു എന്ന പരാതി കൊടുത്ത സമയത്ത് ആ പരാതിയെ മുകളിലേക്ക് പോവാതെ, പോലീസിലേക്ക് പോവാതെ അടക്കി വെക്കുകയും നിങ്ങൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെക്കുകയും അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചതിനു ശേഷം പീഡനത്തിന് തീവ്രത പോരാ എന്ന് വിധി എഴുതുകയും ചെയ്തത് കേരളത്തിലുണ്ട്. ഞങ്ങൾ അത്തരക്കാരല്ല. നിങ്ങൾ ഇന്ന് രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്ന സമയത്ത് കൊല്ലത്തെ MLA മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യേ. ആ മുകേഷ് നേരത്തെ പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം കൊടുത്തിരിക്കുക. നേരത്തെ പോസ്റ്റിട്ട മന്ത്രി വീണ ജോർജ് പണ്ട് മാധ്യമ പ്രവർത്തക ആയിരുന്ന സമയത്ത് ഒരു സ്ത്രീയെ, ഒരു വനിതയെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഈ മുകേഷ് നടത്തിയ പീഡനത്തിന്റെ വളരെ കൃത്യമായ വിവരണം ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും നടപടി എടുത്തു? ഞങ്ങളുടെ ഭരണഘടന പഠിക്കുന്ന അരുൺകുമാർ അതൊന്ന് ആദ്യം കൈകാര്യം ചെയ്യേ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.